നമ്മളെ സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടി ആ പ്രശ്നങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഫലമായി കനത്ത പരാജയം സംഭവിച്ചു. അപ്പോൾ കനത്ത പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പിന്നെ ഒരൊറ്റ രക്ഷയുള്ളൂ, മൗനം എന്താ പറയുക പാലിക്കുക എന്നുള്ളത്. എന്നാലോ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർ നാട് മുഴുവൻ നടന്ന് ന്യായീകരിച്ച് ക്ഷീണിക്കുകയാണ് അവർ. അപ്പോൾ ഒരു ഭാഗത്ത് കുറേ ആൾക്കാർ ന്യായീകരിച്ച് ക്ഷീണിക്കുന്നു, മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ഈ സർക്കാരിനിട്ട് താല്പര്യവുമില്ല. അപ്പോൾ ഈ സർക്കാരിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നൊന്നും കിട്ടുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാം, വളരെ ദുഃഖകരമായൊരു കാര്യം. നമ്മുടെ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വീട് നിർമ്മിക്കാനും ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിങ്ങൾ എങ്ങനെ പുന്നപ്ര വയലാറിലെ വോട്ടിന്റെ കണക്ക് ഞാൻ പറയണോ? പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ വോട്ടിന്റെ കണക്ക് പറയണോ? വെറുതെ അതൊന്നും പറയിപ്പിക്കണ്ട, ഇനി എവിടെ ഇല്ല. അപ്പോ ഇതാണ് പ്രശ്നം. ഞാൻ പറയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ കെട്ടിക്കിടക്കുക, പൈസ ഇല്ല കൊടുക്കാൻ.